Hello, family. Welcome to English speaking course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് കുറേ daily use English sentences പഠിക്കാം. But what's special about this video is that we are going to learn these sentences with the help of patterns. Patterns എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. It's very simple. ഞാൻ കുറച്ച് patterns introduce ചെയ്യും. And with the help of that, we are going to frame new sentences. This is a very short video. വളരെ ഷോർട്ട് വീഡിയോ ആണ്. സോ വീഡിയോ ഫുൾ കാണണം. ദിസ് ഈസ് ഗോയിങ് ടു ബി റിയലി യൂസ്ഫുൾ ഫോർ യു ഓൾ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Our first pattern is have you ever. Have you ever. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഈ പാറ്റേൺ യൂസ് ചെയ്യാം. Let's check out some examples to make this more clear. Have you ever been there? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? Have you ever been there? അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം Have you ever been to Dubai? നിങ്ങൾ എപ്പോഴെങ്കിലും ദുബായിൽ പോയിട്ടുണ്ടോ? Have you ever been to Dubai? Have you ever tried Faluda? അതായത് ഫലൂദ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? Have you ever tried Faluda? Also, you can ask, have you ever read that book? ആ ബുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Have you ever read that book? So, ഈ പാറ്റേൺ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Let's move on to our next pattern, which is I'm glad that. നമ്മളെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് ചെക്ക് ഔട്ട് സം സെൻറ്റൻസസ്. ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ ഫീലിംഗ് ബെറ്റർ. സപ്പോസ് നേരത്തെ അസുഖമുള്ള ആരെങ്കിലും നമ്മളെടുത്ത് വന്നിട്ട് പറയുന്നു എനിക്കിപ്പം സുഖം തോന്നുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസ് പറയാം. ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ ഫീലിംഗ് ബെറ്റർ. I'm glad that you are feeling better. Our pattern is I'm glad that you're feeling better എന്ന് മാത്രമേ അവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. Let's move on to our next sentence. I'm glad that everything went well. ഒരു പാർട്ടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നന്നായി കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. I'm glad that everything went well. Our next sentence is, I am glad that you enjoyed the movie. സപ്പോസ് നമ്മൾ മൂവി കാണാൻ പോകുന്നു. നമ്മളെ ഫ്രണ്ടിൻ്റെ ഒപ്പം മൂവി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഭിപ്രായം ചോദിക്കാറില്ലേ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റൻസ് പറയാം. I am glad that you enjoyed the movie. Next sentence is, I am glad that we had a chance to talk. അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം ഗ്ലാഡ് ദാറ്റ് വി ഹാഡ് എ ചാൻസ് ടു ടോക്ക്. സോ ഈ സെൻറ്റൻസസ് ഒക്കെ ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സോ ദാറ്റ് വെൻ യു ഗെറ്റ് എ ചാൻസ് ടു യൂസ് ദം യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ് കോൺഫിഡൻ്റ്ലി. ആ നെക്സ്റ്റ് പാറ്റേൺ ഈസ് ഐ വിൽ ട്രൈ ടു. അതായത് ഞാൻ ശ്രമിക്കും. അങ്ങനെ പറയാനാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് ചെക്ക് ഔട്ട് സം എക്സാമ്പിൾസ് ടു മേക്ക് ദിസ് മോർ ക്ലിയർ. I'll try to finish my work in half an hour. അതായത് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കാൻ ശ്രമിക്കും. I'll try to is our pattern. Finish my work in ടൈം അവിടെ മെൻഷൻ ചെയ്തു നമ്മൾ. ഹാഫ് ആൻ അവർ. I'll try to finish my work in half an hour. Our next sentence is, I'll try to call you later. അതായത് ഞാൻ നിന്നെ പിന്നീട് വിളിക്കാൻ ശ്രമിക്കാം. I'll try to is our pattern. I have just added call you later. I'll try to call you later. Let's move on to our next sentence. I'll try to meet you later. ഞാൻ നിന്നെ പിന്നീട് കാണാൻ ശ്രമിക്കാം. I'll try to meet you later. Once again, let me repeat. I'll try to meet you later. Our next sentence is, I'll try to make it to the meeting on time.
That means ഞാൻ മീറ്റിംഗിൽ സമയത്ത് എത്താൻ ശ്രമിക്കാം. I'll try to make it to the meeting എന്ന് പറഞ്ഞാൽ മീറ്റിംഗിൽ എത്താൻ ശ്രമിക്കാം. On time എന്ന് പറഞ്ഞാൽ സമയത്തിൽ. I'll try to make it to the meeting on time. മീറ്റിംഗിൻ്റെ പകരം നിങ്ങൾക്ക് അവിടെ പാർട്ടി, മാരേജ് എന്ത് വേണമെങ്കിലും പറയാം. ഫോർ എക്സാമ്പിൾ, I'll try to make it to the party on time. ഞാൻ പാർട്ടിയിൽ ടൈമിൽ എത്താൻ ശ്രമിക്കാം. Our next pattern is it's time to. സമയം ആയി എന്ന് പറയാനാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് ചെക്ക് സം എക്സാമ്പിൾസ്. ഇറ്റ്സ് ടൈം ടു ഗോ. പോകാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു ഗോ. ഇറ്റ്സ് ടൈം ടു ഗോ. ഇറ്റ്സ് ടൈം ടു ലീവ്. ഇറങ്ങാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു ലീവ്. ഇറ്റ്സ് ടൈം ടു ലീവ്. Next sentence is it's time to eat. കഴിക്കാനുള്ള സമയമായി. It's time to eat. It's time to eat. It's time to sleep. അതായത് ഉറങ്ങാനുള്ള സമയമായി. It's time to sleep. Our pattern is it's time to sleep മാത്രമേ നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. It's time to take rest. വിശ്രമിക്കാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു ടേക്ക് റെസ്റ്റ്. സോ ഒരു പാറ്റേൺ ഇറ്റ്സ് ടൈം ടു പഠിച്ചു വെച്ചാൽ അതിൻ്റെ കൂടെ കുറച്ച് വേർഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ പുതിയ സെൻറ്റൻസ് ആക്കാം. ഇറ്റ്സ് ടൈം ടു ടേക്ക് റെസ്റ്റ്. സോ ഈ പാറ്റേൺ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് പാറ്റേൺ. ആ നെക്സ്റ്റ് പാറ്റേൺ ഈസ് ഐ ഫീൽ ലൈക്ക്. നമുക്ക് നമ്മുടെ ഫീലിങ്സ് എന്ത് നമുക്ക് തോന്നുന്നു അതൊക്കെ പറയാനാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് ചെക്ക് സം എക്സാമ്പിൾസ്. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഫോർ എ വാക്ക്. നടക്കാൻ പോകാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഫോർ എ വാക്ക്. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഫോർ എ വാക്ക്. നെക്സ്റ്റ് സെൻറ്റൻസ് ഈസ് ഐ ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി. ഒരു പടം കാണാൻ തോന്നുന്നു. I feel like watching a movie. I feel like watching a movie. I feel like having pizza. Pizza കഴിക്കാൻ തോന്നുന്നു. I feel like having pizza. I feel like having pizza. I feel like we should talk about this. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. I feel like we should talk about this. What about is our next pattern. ഈ പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ മലയാളത്തിൽ പോയാരോ വന്നാരോ ചെയ്താലോ എന്നൊക്കെ ചോദിക്കാറില്ലേ. ഫോർ ദിസ് ഇൻ ഇംഗ്ലീഷ് വി ക്യാൻ യൂസ് ദിസ് പാറ്റേൺ. ഇറ്റ് വിൽ ബി മോർ ക്ലിയർ വെൻ യു ലേൺ ദ എക്സാമ്പിൾസ്. വാട്ട് അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡിൽ ബീച്ചിൽ പോയാലോ. വാട്ട് അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ദിസ് weekend. Let's check out one more sentence. What about trying that new restaurant? ആ പുതിയ റെസ്റ്റോറൻറ്റ് പരീക്ഷിച്ചാലോ. What about trying that new restaurant? What about watching a new movie? ഒരു പുതിയ പടം കണ്ടാലോ. What about watching a new movie? What about watching a new movie? What about കഴിഞ്ഞിട്ട് നമ്മൾ ing ഫോമാണ് അവിടെ ചേർത്തിട്ടുള്ളത്. What about a cup of tea? This is the most simple question and most common question we can ask using what about. Cup of teaൻ്റെ പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് അബൌട്ട് എ ഗ്ലാസ് ഓഫ് ജ്യൂസ്. അറ്റ്ലീസ്റ്റ് ട്രൈ ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇതുപോലെ നിങ്ങൾ ചോദിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് സം ക്വസ്റ്റ്യൻസ് ആൻഡ് യു ആർ ഗോയിങ് ടു ആൻസർ ദം. നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പുതിയ റെസ്റ്റോറൻറ്റ് പരീക്ഷിച്ചാലോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ജസ്റ്റ് നൗ വി സ്റ്റഡീഡ്. What about trying the new restaurant? Next question is, വീട്ടിൽ പോകാൻ സമയമായി. How can we say this in English?
Yes, very good. We can say it's time to go home. So ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ വാസ് വെരി ഷോർട്ട് ബട്ട് വെരി യൂസ്ഫുൾ. ആൻഡ് ഇഫ് യു വാണ്ട് മോർ വീഡിയോസ് ലൈക്ക് ദിസ്, please do comment in the comment section. Thanks for watching and thanks for all your love and support.